നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഇക്വലൻസ് ഓഫ് സിംഗിൾ ടേപ്പ് ആൻഡ് മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ. അതിന്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ തിയറം എന്ന് പറയുന്നത്, ഇഫ് എ ലാംഗ്വേജ് ഈസ് അക്സെപ്റ്റഡ് ബൈ എ മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ ഇറ്റ് ഈസ് ഓൾസോ അക്സെപ്റ്റഡ് ബൈ എ സിംഗിൾ ടേപ്പ് ട്യൂറിംഗ് മെഷീൻ. അതായത് ഒരു മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ ഒരു ലാംഗ്വേജിനെ അക്സെപ്റ്റ് ചെയ്താൽ ആ സെയിം ലാംഗ്വേജ് ആരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും, ഒരു സിംഗിൾ ടേപ്പ് ട്യൂറിംഗ് മെഷീനും ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രൂഫ് ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. വലിയ കാര്യമൊന്നുമില്ല. നമ്മളൊരു മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ കൺസിഡർ ചെയ്യുന്നു. നമ്മൾ കൺസിഡർ ചെയ്യുന്ന മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീന്റെ സൈസ് എന്താണ്? കെ ഇസ് ഈക്വൽ ടു 3 എന്ന് പറയുന്നതാണ് അതിന്റെ സൈസ്. നമ്മളൊരു മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ കൺസിഡർ ചെയ്യുന്നു, അതിന്റെ സൈസ് ആണ് കെ ഇസ് ഈക്വൽ ടു 3. അതായത് 3 ടേപ്പ് ഉണ്ടെന്ന് അർത്ഥം. 1 2 3. ഓരോ ടേപ്പിനും ഹെഡ് ഉണ്ട്. അപ്പൊ ഹെഡ് പോയിന്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണെന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ എയിം എന്ന് വെച്ചാൽ ഈ സിംഗിൾ ടേപ്പിന് കറസ്പോണ്ടിങ് മീൻസ് മൾട്ടി ടേപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു സിംഗിൾ ടേപ്പ് ഉണ്ടാക്കണം. സിംഗിൾ ടേപ്പ് എങ്ങനെ ഉണ്ടാക്കാം? നമുക്ക് ആദ്യം തന്നെ ഒന്നെങ്കിൽ ഒരു ബ്ലാങ്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മറ്റൊരു സിമ്പിൾ യൂസ് ചെയ്യാം. ഹാഷ് സിമ്പിൾ യൂസ് ചെയ്തിരിക്കുന്നു. ഈ ആദ്യത്തെ ടേപ്പിലുള്ള സ്ട്രിങ് എന്താണോ അത് മൊത്തം എഴുതുക. എന്താണ് ആദ്യത്തെ ടേപ്പിലുള്ള? എ എ ബി എ ബി. ബ്ലാങ്ക് എഴുതണ്ട, സ്ട്രിങ് ആൽഫബറ്റ്സ് മാത്രം. എ എ ബി എ ബി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഹാഷ് സിമ്പിൾ യൂസ് ചെയ്തു, ഡീലിമിറ്റ് ചെയ്തു, അതായത് ലിമിറ്റ് ചെയ്തു. പിന്നെ സെക്കൻഡ് ടേപ്പിലുള്ള കാര്യങ്ങൾ എഴുതി, ഹാഷ് യൂസ് ചെയ്തു. തേർഡ് ടേപ്പിലുള്ള കാര്യങ്ങൾ എഴുതി. ഇനി ഈ ഹെഡ് എവിടെയായിരിക്കുന്നത്? ഫസ്റ്റ് ടേപ്പിൽ ബിയിലാണ് ഇരിക്കുന്നത്. അത് റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്? ഒരു ഡോട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീനിൽ ഒരു ടേപ്പിന്റെ മുകളിൽ ഹെഡ് വരുന്ന ഒരു ടേപ്പിൽ ഹെഡ് വരുന്ന എവിടെയാണോ അത് റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ ഡോട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മൾട്ടി ടേപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംഗിൾ ടേപ്പ് നമ്മൾ വരച്ചു കഴിഞ്ഞു. നെക്സ്റ്റ്, ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അതായത് ഒരു മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീനിലെ ട്രാൻസിഷൻ റെപ്രസെന്റ് ചെയ്യുന്നതും ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഒരു മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ എടുക്കുന്നു. മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീനിലെ ട്രാൻസിഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണ്? Q B1Y gives A0X, LLR. അതായത് ഫസ്റ്റ് ടേപ്പിൽ ബി എന്ന് പറയുന്ന ലെറ്റർ കാണുമ്പോൾ, അതായത് ഫസ്റ്റ് ടേപ്പിൽ ബി എന്ന് പറയുന്ന ലെറ്റർ കാണുമ്പോൾ എന്തായിട്ട് ചേഞ്ച് ചെയ്യണം? അത് എ ആയിട്ട് ചേഞ്ച് ചെയ്യണം. എന്നിട്ട് എങ്ങോട്ട് മൂവ് ചെയ്യണം? ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണം. സെക്കൻഡ് ടേപ്പിൽ 1 കാണുമ്പോൾ അത് 0 ആയിട്ട് റീപ്ലേസ് ചെയ്ത് ലെഫ്റ്റിലേക്ക് പോകണം. മൂന്നാമത്തെ ടേപ്പിൽ y കാണുമ്പോൾ x ആയിട്ട് റീപ്ലേസ് ചെയ്ത് റൈറ്റിലേക്ക് പോകണം. ഈ 3 കാര്യങ്ങൾ നമുക്ക് ഒറ്റ ട്രാൻസിഷനിൽ എഴുതാം. നമുക്കറിയാം ഹെഡ് കാണിച്ചേക്കുന്നതാണ് ഡോട്ട് വെച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ട്രാൻസിഷൻ ബി എ വെച്ച് റീപ്ലേസ് ചെയ്യണം. അതായത് ഇവിടെയാണ് ഹെഡ് ഉള്ളത്, അത് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്നത്? എ വെച്ച് റീപ്ലേസ് ചെയ്യണം. അപ്പൊ നമ്മുടെ എ എ ബി എന്നുള്ളത് എ എ എ ആയി. പിന്നെ എങ്ങോട്ട് മൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക്, അതായത് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക്. അപ്പൊ ഇനി വരുന്നത് രണ്ടാമത്തെ എയുടെ അവിടെ ആയിരിക്കും ഡോട്ട് ഉണ്ടാവുക. അങ്ങനെ 3 കാര്യങ്ങളും കാണിക്കുക. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? വേറെ ഡെറിവേഷൻ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഒരു മൾട്ടി ടൈപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സിംഗിൾ ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, അതങ്ങ് ഡിഫൈൻ ചെയ്യാം. ഇതാണ് ഒരു ഇക്വലൻസ് ഓഫ് എ സിംഗിൾ ടേപ്പ് ആൻഡ് എ മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ.